ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 31 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 32-ാമത്തെ ശ്ലോകം നോക്കാം. അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃതാ സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസീ. പാർത്ഥ, ഹേ അർജുന, തമസ ആവൃതായ ബുദ്ധി, അജ്ഞാന അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ട ഏതൊരു ബുദ്ധി, അധർമ്മം അധർമ്മത്തെ, ധർമ്മ ഇതി ധർമ്മമെന്നും, സർവാർത്ഥാൻ എല്ലാ കാര്യങ്ങളെയും, വിപരീതാഞ്ച വിപരീതമായും അഥവാ വിപരീത ദിശയിൽ, മന്യതേ മനസ്സിലാക്കുന്നുവോ അഥവാ വിചാരിക്കുന്നുവോ, സാ ആ ബുദ്ധി, താമസീ താമസികമാകുന്നു. ഹേ അർജുന, അജ്ഞാന അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ട ഏതൊരു ബുദ്ധി അധർമ്മത്തെ ധർമ്മമെന്നും എല്ലാ കാര്യങ്ങളെയും വിപരീത ദിശയിലും മനസ്സിലാക്കുന്നുവോ, ആ ബുദ്ധി താമസികമാകുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. താമസികമായ ബുദ്ധിയെ പറ്റിയാണ് പറയുന്നത്. ഹേ പാർത്ഥ, വ്യാമോഹത്തിൻ്റെയും അജ്ഞാന അന്ധകാരത്തിൻ്റെയും സ്വാധീനതയാൽ അധർമ്മത്തെ ധർമ്മമായും ധർമ്മത്തെ അധർമ്മമായും കരുതി സദാ തെറ്റായ വഴിക്ക് പ്രവർത്തിക്കുന്ന ബുദ്ധി, വിപരീത ദിശയിൽ വർത്തിക്കുന്ന ബുദ്ധി, അത് താമസികമാകുന്നു. താമസിക സ്വഭാവികൾ മഹാത്മാക്കളെ നിന്ദിക്കുകയും സൽപ്രവർത്തികളെ സദാ പുച്ഛിക്കുകയും ചെയ്യും. അധർമ്മികളെ വീരപുരുഷന്മാരായി അവർ കരുതും. ഇരുളടഞ്ഞ ബുദ്ധിയുടെ ഉടമകളായ അവരെ താമസിക ബുദ്ധിയുള്ളവർ എന്ന് വേണം വിളിക്കുവാൻ. തിന്മ ചെയ്യുന്നതിൽ അവർക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. ആ തിന്മയാണ് ശരി എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ വഴി തന്നെയാണ് ശരി എന്നവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അവർക്ക് പിന്നെ അതിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡൊന്നുമില്ല. അവരുടെ ആ തെറ്റായ ധാർമ്മിക വിരുദ്ധമായ മാർഗമാണ് ശരി എന്ന ഉറച്ച ധാരണയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിയെയാണ് താമസിക ബുദ്ധി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.